നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്കെതിരെ കൂടുതൽ നടപടികൾ വരികയാണ്. അടുത്ത ദിവസം പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ചെയ്യും. ഏതായാലും സുധാകരന്റെ മകൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഒരു ആവശ്യം എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ? അയാളെ തൂക്കിക്കൊല്ലുക, എത്രയും പെട്ടെന്ന് തന്നെ ശിക്ഷയിൽ വിധി വരിക. അമ്മന്റെ ഇനി നേരെ ഒന്നുമേ നടന്നിട്ടില്ല, അതേപോലെ വൈകിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ ഇതിനൊരു റിപ്ലൈ കൊണ്ട് ഒരു വിധി പെട്ടെന്ന് വരിക. സ്പെഷ്യൽ പ്രോസിക്യൂഷറിനെ വെച്ചാൽ അത്രയും നല്ലത്. തൂക്കിക്കൊല്ലാൻ തന്നെ പരമാവധി ഇതാക്കുക. ഇതില് നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു പോലീസിന്റെ വാക്കുകളെ അല്ലെ സർക്കാർ തരുന്ന ഉറപ്പുകളെയൊന്നും വിശ്വാസമില്ലാത്തൊരവസ്ഥ ഉണ്ടോ? വിശ്വാസമില്ലാത്ത അവസ്ഥ പറഞ്ഞാൽ നമുക്ക് എല്ലാവരും വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. ആകെയുള്ള ആശ്വാസം അവരല്ലേ. ഇപ്പോ ഈ നാട്ടുകാർക്കെതിരെ അന്ന് പ്രതിഷേധത്തില് ചെറിയ കേസൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അവര് ഒരുപാട് സഹായിച്ചവരൊക്കെയാണ്. അപ്പൊ അവർക്കെതിരെയും കേസ് വരുമ്പോ അതും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലേ? അതെ അതെ, അവരാണ് പോലീസിനെ അവരും രാത്രിയില്ല പകലില്ലാണ്ട് പോലീസിന്റെ കൂടെ നിന്ന് അയാളെ കിട്ടിയപ്പോ ഇവരിനെ മറന്നു. അപ്പൊ ഇവരും അതേ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ടല്ലോ നാട്ടുകാർ. അപ്പൊ അതിനു വേണ്ടിയുള്ള അവന്റെ മേലുള്ള കേസ് നീക്കണം, അത്രേ പറയാനുള്ളൂ. ഏതായാലും ഇയാളെ തൂക്കിക്കൊല്ലണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ്. അതെ അതെ, തൂക്കിക്കൊന്നേ പറ്റുള്ളൂ. ഇനിയും അയാൾ ഭീഷണി ഇറക്കുക. അപ്പൊ ആരുടെ ജീവൻ പോകുന്ന അറിയില്ല. ഇനി 3 ജീവനേ പോയില്ലേ, ഇനിയും പോകുന്ന എന്തായാലും ഉറപ്പാ. അതുകൊണ്ട് പിന്നെ അയാളിങ്ങനെ വെച്ച് പുലർത്തണേനെക്കാട്ടി നല്ലത് തൂക്കിക്കൊല്ല, അത്രയാണ്. വലിയൊരു ഭയത്തോടെ ആയിരുന്നുല്ലേ ഇത്രയും ദിവസം? ഇപ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടല്ലേ? വിധി വരുന്നവരെ നമുക്ക് തന്നെ, വിധി വന്നാലും അയാളെ ജയിലിൽ ഇരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനല്ല. ആരെങ്കിലും ജാമ്യത്തിൽ ഇറക്കിയാലും പോയില്ലേ, അതുകൊണ്ട് തൂക്കിക്കൊല്ലാൻ തന്നെയാണ്. അത് തന്നെയാണ് ശക്തമായ നടപടി. ഈ ചെന്താമരയ്ക്കെതിരെ വേണം, തൂക്കിക്കൊല്ലണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ മക്കളും പറയുന്നത്. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 പാലക്കാട്.